ഗൂഗിളിൽ UIDAI എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലൊരു സൈറ്റ് വരും. റിട്രീവ് EID ആധാർ നമ്പർ എന്ന് പറഞ്ഞ സൈറ്റ് വരും. അത് ഓപ്പൺ ആകും. ആധാർ നമ്പർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ആധാർ കാർഡിലുള്ള പേര്, നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ, അതുപോലെ ഈ കാണുന്ന കോഡ് എന്നിവ നൽകി സെൻഡ് OTP എന്നത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് OTP വന്നിട്ടുണ്ടാവും. ആ OTP ഈ ഭാഗത്ത് നൽകി സബ്മിറ്റ് കൊടുക്കും. നിങ്ങളുടെ ആധാർ നമ്പർ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നൊരു മെസ്സേജ് കാണാൻ സാധിക്കും. ഇനി ഈ ആധാർ കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇവിടെ മുകളിൽ കാണുന്ന മൈ ആധാർ എന്നതിന് കാണുന്ന ആ ഒരു ചതുരത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലോഗിൻ എന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും, ആ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ ചിത്രത്തിന് താഴെ അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് SMS ആയി ലഭിച്ച ആധാർ നമ്പരും ഇവിടെ കാണുന്ന കോഡും നൽകിയ ശേഷം ലോഗിൻ വിത്ത് OTP ക്ലിക്ക് ചെയ്യുക. വീണ്ടും നിങ്ങളുടെ ഫോണിനകത്തേക്ക് OTP വന്നിട്ടുണ്ടാവും. OTP നൽകി ലോഗിൻ കൊടുക്കുക. ശേഷം ഇതുപോലെ വരും. ഇവിടെ ഡൗൺലോഡ് ആധാർ എന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഡു യു വാണ്ട് മാസ്ക്ഡ് ആധാർ എന്നുണ്ട്. നിങ്ങൾക്ക് മാസ്ക്ഡ് ആധാർ വേണമോ അല്ലാതെ സാധാ ആധാർ വേണോ എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാധാരണ ആധാർ കാർഡ് സെലക്ട് ചെയ്യാണ്. താഴെ കാണുന്ന ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ഫോണിനകത്തേക്ക് ആധാർ കാർഡ് ഒരു PDF ഫയലായി ഡൗൺലോഡ് ആയിട്ടുണ്ടാകും. ഈ ഒരു ഫയല് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതായത് നിങ്ങളുടെ പേരിന്റെ ആദ്യത്തെ 4 അക്ഷരവും ഇയർ ഓഫ് ബർത്തും ആയിരിക്കും ഈ ഒരു ഫയലിന്റെ പാസ്വേഡ്. ഉദാഹരണത്തിന് അനീഷ് Y കുമാർ എന്നാണ് നിങ്ങളുടെ പേരെങ്കിൽ ANIS എന്ന ആദ്യത്തെ 4 അക്ഷരവും 1989 എന്ന ജനന വർഷവുമായിരിക്കും ഫയലിന്റെ പാസ്വേഡ്. ഈ ഒരു ഫയൽ നിങ്ങൾക്ക് വാട്സാപ്പ് മുഖേനയോ മറ്റ് ആപ്ലിക്കേഷനുകൾ മുഖേനയോ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് അക്ഷയ സെന്ററിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രിന്റിംഗ് സൗകര്യമുള്ള ഷോപ്പുകളിലേക്കോ അയച്ചു കൊടുത്തുകൊണ്ട് ഇത് പ്രിന്റ് ഔട്ട് എടുത്ത് ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിക്കാവുന്നതുമാണ്. ഇവിടെ കാണുക, എൻ്റെ ആധാർ കാർഡ് ഇത്തരത്തിൽ ഡൗൺലോഡായി വന്നിട്ടുണ്ട്. ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാറും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്.